ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നിങ്ങൾക്ക് വളരെ രസകരവും മനോഹരവുമായ ഒരു കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്റ്റോറിയുടെ പേരെന്താണെന്നറിയാവോ? നോട്ടി കരൺ. നോട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വികൃതിയായ. കരൺ എന്ന് പറയുന്ന കുട്ടിയുടെ പേരാണ്. അപ്പൊ വികൃതിയായ കരണിനെ കുറിച്ചാണ് പാഠം. എന്താണ് അവൻ ഒപ്പിച്ചു വെച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കഥയിലേക്ക് പതുക്കെ കടക്കാം. ഇൻ എ കോളനി ഓഫ് ഡൽഹി ലീവ്സ് എ യങ് ബോയ് കോൾ കരൺ. ഇൻ എ കോളനി ഓഫ് ഡൽഹി. കഥ നടക്കുന്നത് എവിടെയാണ്? ഡൽഹിയിലെ ഒരു കോളനി പ്രദേശത്താണ് നടക്കുന്നത്. അവിടെയോ ലീവ്സ്, അവിടെ ഒരാൾ താമസിച്ചിരുന്നു. ആരാ താമസിച്ചിരുന്ന? എ യങ് ബോയ്, ഒരു കുഞ്ഞ് ആൺകുട്ടി, അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ഒരു ആൺകുട്ടി താമസിച്ചിരുന്നു. എൻ്റെ പേരെന്താണ്? കോൾഡ് കരൺ. ആ കുട്ടിയുടെ പേരാണ് കരൺ. ഹി ലൈക്സ് ടു ടീസ് ഓൾ ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ സ്കൂൾ. ഹി ലൈക്സ്, അവനൊരു കാര്യം ഇഷ്ടമായിരുന്നു. എന്താ? ടു ടീസ് ഓൾ ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ സ്കൂൾ. ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ കളിയാക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആരെയൊക്കെ? ഓൾ ദ ബോയ്സ്, എല്ലാ ആൺകുട്ടികളെയും. അതുപോലെയോ ആൻഡ് ഗേൾസ്, എല്ലാ പെൺകുട്ടികളെയും. സ്കൂളിലുള്ള എല്ലാവരെയും കളിയാക്കുന്ന അവന് ഭയങ്കര രസമായിട്ടാണ് തോന്നിയിരുന്നത്. ഹി പിഞ്ചസ് ദം ഓർ പോക്സ് ദം വിത്ത് എ പിൻ. ഇതുകൂടാതെ വേറൊരു പണിയും കൂടി ഒപ്പിക്കുമായിരുന്നു. കളിയാക്കൽ മാത്രമാണെങ്കിൽ സഹിക്കാമായിരുന്നു, ഇത് ദേഹോപദ്രവവും ചെയ്യുമായിരുന്നു. എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഹി പിഞ്ചസ് ദം, ആ അവരെ നുള്ളിപ്പറിക്കുമായിരുന്നു. ഈ വിരലെല്ലാം ചേർത്ത് പിടിച്ചിട്ട് അങ്ങനെ നുള്ളിപ്പറിച്ച് വേദനിപ്പിക്കുന്നു. പിന്നെയോ പോക്സ് ദം വിത്ത് എ പിൻ, അവരെ പിന്ന് ഉപയോഗിച്ച് പോക്ക് ചെയ്യുമായിരുന്നു. പോക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുത്തുക, കുത്തുമായിരുന്നു. അപ്പൊ ഇതുപോലത്തെ വികൃതി പരിപാടിയൊക്കെ ആയിരുന്നു ആരുടെ കയ്യിലുണ്ടായിരുന്നത്? ഈ കരണ്ട് കയ്യിലുണ്ടായിരുന്നത്. വെൻ ദേ ട്രൈ ടു സ്റ്റോപ്പ് ഹിം ഹി പിഞ്ചസ് ദം ഈവൻ ഹാർഡർ. വെൻ ദേ ട്രൈ, അവര് ഒരു കാര്യം ശ്രമിക്കുമായിരുന്നു കുട്ടികൾ. എന്താ ചെയ്തുകൊണ്ടിരുന്നേ? ടു സ്റ്റോപ്പ് ഹിം, അവൻ ഇതിൽ നിന്ന് തടയുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അന്നേരം ഇവൻ എന്താ ചെയ്തതെന്ന് അറിയോ കുട്ടികളെ? നിർത്തുവാണോ ചെയ്തത്? അല്ല. ഹി പിഞ്ചസ് ദം ഈവൻ ഹാർഡർ. ഹാർഡർ എന്ന് പറഞ്ഞാൽ മുറുകെ, അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരെ എന്ത് ചെയ്യാൻ തുടങ്ങും? നുള്ളിപ്പറിക്കുവാനായിട്ട് തുടങ്ങും. ആദ്യത്തെക്കാലം കൂടുതൽ വേദനിപ്പിക്കുവാനാണ് അവൻ ശ്രമിച്ചിരുന്നത്. നോ വൺ ലൈക്സ് കരൺ. നോ വൺ, ആർക്കും ആരെ ഇഷ്ടമല്ലായിരുന്നു? കരണിനെ ഇഷ്ടമല്ലായിരുന്നു. കാരണം ഇതുപോലെ എപ്പോഴും ഉപദ്രവിക്കുന്ന കുട്ടികളെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും കുട്ടികളെ? ഒരിക്കലുമില്ല. വൺ ഡേ ദ ക്ലാസ് ഗോസ് ഫോർ എ പിക്നിക് ടു ദ പാർക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. എന്താണ്? വൺ ഡേ, ഒരു ദിവസം. ദ ക്ലാസ് ഗോസ് ഫോർ എ പിക്നിക്, ക്ലാസ്സിലുള്ള എല്ലാവരും പിക്നിക്കിന് യാത്ര പോകുവാനായിട്ട് തീരുമാനിച്ചു. എങ്ങോട്ടാ പോയത്? ടു ദ പാർക്ക്, ഒരു പാർക്കിലേക്കായിരുന്നു അവരുടെ വിനോദയാത്ര. ഓൾ ദ ചിൽഡ്രൻ ആർ എക്സൈറ്റഡ്. ഓൾ ദ ചിൽഡ്രൻ, എല്ലാ കുട്ടികളും എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശത്തിലാണ്, ഭയങ്കര സന്തോഷത്തിലാണ് അവര്. കാരണം ടൂർ പോവല്ലേ, അപ്പോൾ അവിടെ പോകുമ്പോൾ നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്യാം, പഠിക്കുകയൊന്നും വേണ്ടല്ലോ. അപ്പം കുട്ടികൾ പ്രത്യേകിച്ച് സന്തോഷത്തിലായിരിക്കും. ദേ സിറ്റ് ഇൻ ദ ബസ് വിത്ത് ദെയർ ഫ്രണ്ട്സ് ബട്ട് കരൺ സിറ്റ്സ് അലോൺ. ദേ സിറ്റ് ഇൻ ദ ബസ്, അവരെങ്ങനെ ഇരുന്നത് ബസ്സിൽ? വിത്ത് ദെയർ ഫ്രണ്ട്സ്, അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ അടുത്തടുത്താണ് ബസ്സിൽ അവർ യാത്ര ചെയ്തത്. പക്ഷേ നമ്മുടെ കരണ്ട് കൂടെ ആരെങ്കിലും ഇരുന്നോ? ഇല്ല. കരൺ സിറ്റ്സ് എലോൺ. എലോൺ എന്ന് പറഞ്ഞ എന്താണ്? തനിച്ച്. നമ്മുടെ കരൺ തനിച്ചാണ് ഇരുന്നത്. നോബഡി വാണ്ട്സ് ടു സിറ്റ് നെക്സ്റ്റ് ടു ഹിം. നോബഡി, ആർക്കും ആവശ്യമില്ല. എന്ത്? വാണ്ട്സ് ടു സിറ്റ്, സിറ്റ് ചെയ്യാൻ ആവശ്യമില്ല അല്ലെങ്കിൽ ഇരിക്കാൻ ആവശ്യമില്ല. നെക്സ്റ്റ് ടു ഹിം, അവൻ്റെ അടുത്തിരിക്കുവാൻ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ആരും ഇരുന്നില്ല. In the park, the children run hand in hand to play on the swings or run about on the grass. In the park, പാർക്കിൽ ചെന്നു. അപ്പോൾ പാർക്കിൽ എന്താ സംഭവിക്കുന്നത്? ദ ചിൽഡ്രൻ റൺ ഹാൻഡ് ഇൻ ഹാൻഡ്, അവർ ഓടുകയാണ്, റൺ ചെയ്യുവാണ്. കയ്യെ പിടിച്ചിട്ട് എല്ലാവരും അവർ വേറെ കൂട്ടുകാരെ കയ്യിലൊക്കെ പിടിച്ച് ഓടുകയാണ്. എന്തിനാ? ടു പ്ലേ ഓൺ ദ സ്വിങ്സ്. എന്തിനു വേണ്ടി അവർ ഓടുന്ന? സ്വിങ്സ് അല്ലെങ്കിൽ സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ, ഊഞ്ഞാലിൽ കയറി ആടാനൊക്കെ ആയിട്ട് പിള്ളേരെല്ലാം കൂട്ടുകൂടി ഓടുകയാണ്. ഓ റൺ എബൌട്ട് ഓൺ ദ ഗ്രാസ്. ഗ്രാസ് എന്ന് പറഞ്ഞാൽ പുല്ല്, അവിടെ പുൽത്തകിടുണ്ടായിരുന്ന പുല്ലിലൂടെ എല്ലാവരും ഓടുകയാണ്. ബട്ട് നോബഡി ടേക്സ് കരൺസ് ഹാൻഡ്. ബട്ട് നോബഡി, പക്ഷേ ആരും ആരുടെ കയ്യെ പിടിച്ചില്ല? കരൺസ് ഹാൻഡിൽ പിടിച്ചില്ല. കരൺ സിറ്റ്സ് എലോൺ അണ്ടർ എ ട്രീ. കരൺ ഇരിക്കുക, എവിടെ പോയി ഇരിക്കുന്നതെന്നറിയോ? അണ്ടർ എ ട്രീ, ഒരു മരത്തിന്റെ അടിയിൽ പോയി ഇരിക്കുകയാണ്. എലോൺ, സിറ്റ്സ് എലോൺ, തനിച്ചിരിക്കുകയാണ്, കൂടെ ആരും കൂട്ടില്ല. ഹി ടേക്സ് ഔട്ട് ഹിസ് ലഞ്ച് ആൻഡ് ലുക്സ് അറ്റ് ഇറ്റ്. ഹി ടേക്സ് ഔട്ട്, അവനൊരു സാധനം പുറത്തേക്ക് എടുത്തു. എന്താണെന്നറിയോ? ഹിസ് ലഞ്ച്. ലഞ്ച് എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണം. ഉച്ചഭക്ഷണത്തിന് കൊടുത്തു വിട്ടിരിക്കുന്ന ലഞ്ച് ബോക്സ് അവന് എടുത്തേക്കുവാണ്, പുറത്തേക്ക് എടുത്തേക്കുവാണ്. ആൻഡ് ലുക്സ് അറ്റ് ഇറ്റ്, എന്നിട്ട് അതിലേക്ക് നോക്കി. ലുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നോക്കുക. അതിലേക്ക് നോക്കി എന്നിട്ട് പറയണം, ആഹാ, ഹി സേസ് ഇറ്റ്സ് എ ഗുഡ് ലഞ്ച്.
അത് തുറന്നു നോക്കിയിട്ട് പറയണം, ഇത് നല്ല ലഞ്ചാണല്ലോ, അല്ലെങ്കിൽ നല്ല ഉച്ചഭക്ഷണമാണല്ലോ എന്ന് പറയുകയാണ്. തന്നെ ഇരുന്ന് പറയും കേട്ടോ, ആരും കൂട്ടമൊന്നുമില്ല, ആത്മകഥമാണ് പറഞ്ഞത്. കരൺ കൗണ്ട്സ്. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നറിയോ? അവൻ കൗണ്ട് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ എണ്ണാൻ തുടങ്ങി. എന്തോ ഒരു സാധനങ്ങൾ അമ്മ തന്നു വിട്ടേക്കുന്നതെന്നല്ലേ, വീട്ടിൽ നിന്ന് തന്നു വിട്ടേക്കുന്നതെന്ന് അവൻ നോക്കുകയാണ്. ദർ ആർ 6 ജാം സാൻഡ്വിച്ചസ്, എ സ്ലൈസ് ഓഫ് കേക്ക് ആൻഡ് എ ബാർ ഓഫ് ചോക്ലേറ്റ്. 6 ജാം സാൻഡ്വിച്ച് കൊടുത്തിട്ടുണ്ട്, 6 ജാം വെച്ചിരിക്കുന്ന സാൻഡ്വിച്ചും, പിന്നെയോ എ സ്ലൈസ് ഓഫ് കേക്ക്, കേക്കിൻ്റെ ഒരു സ്ലൈസ് അല്ലെങ്കിൽ ഒരു കഷ്ണം കൊടുത്തുവിട്ടുണ്ട്, ഒരു പീസ് കൊടുത്തുവിട്ടുണ്ട്, പിന്നെയോ ആൻഡ് എ ബാർ ഓഫ് ചോക്ലേറ്റ്, ചോക്ലേറ്റിൻ്റെ ഒരു നീണ്ട ബാറും കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടിരിക്കുന്നത് കഴിക്കാൻ. അപ്പോൾ അവൻ പറയുകയാണ് എന്താണ്, ഐ വിൽ ഈറ്റ് ഇറ്റ് ഓൾ ബൈ മൈസെൽഫ്, ഹി സേസ്. ഐ വിൽ ഈറ്റ് ഇറ്റ്, ഞാനത് കഴിക്കും. ഓൾ ബൈ മൈസെൽഫ്, മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അത് മുഴുവനും കഴിക്കും. അവൻ പറയുകയാണ്, ഐ വോണ്ട് ഷെയർ എനിത്തിങ് വിത്ത് എനിവൺ. ഐ വോണ്ട് ഷെയർ, ഞാനിത് ആരുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നില്ല, പങ്കുവെക്കാനായിട്ട് പോകുന്നില്ല. എനിത്തിങ്, ആ ചോക്ലേറ്റ് പോലും, അതും കൂടെ അതിൽ ഇൻക്ലൂഡഡാ. എനിത്തിങ്, ഒന്നുപോലും പങ്കുവെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. വിത്ത് എനിവൺ, ആരുമായിട്ട് ഞാൻ ഒന്നും പങ്കുവെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ആര്? ഈ കരൺ. ജസ്റ്റ് ആസ് കരൺ സ്റ്റാർട്ട്സ് ഈറ്റിംഗ്, ഹി ഹിയേഴ്സ് എ വോയിസ് നിയർ ഹിസ് ഇയർ. ജസ്റ്റ് ആസ് കരൺ സ്റ്റാർട്ട്സ് ഈറ്റിംഗ്, കരൺ സ്റ്റാർട്ട്സ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കരൺ തിന്നുവാനായിട്ട് തുടങ്ങി. എപ്പോൾ? ജസ്റ്റ് ആസ്, ആ മൊമെന്റിൽ തന്നെ, ആ സമയത്ത് തന്നെ എന്താ സംഭവിച്ചത്? ഹി ഹിയേഴ്സ് എ വോയിസ് നിയർ ഹിസ് ഇയർ. ഹി ഹിയേഴ്സ്, അവൻ കേട്ടു. എന്താ കേട്ടത്? ഒരു വോയിസ്, ഒരു ശബ്ദം കേട്ടു. എവിടെയാ? നിയർ ഹിസ് ഇയർ, അവരുടെ ഇയർ, ചെവിയുടെ അടുത്തായിട്ട് ഒരു ശബ്ദം അവൻ കേട്ടു. എന്താണ് ആ ശബ്ദം പറയുന്നത്? ഗുഡ് മോർണിംഗ്, ഐ ആം സോ ഹാപ്പി ടു മീറ്റ് എ ബോയ് ലൈക്ക് യു. ആ പറയാണ് ഗുഡ് മോർണിംഗ്, അവനോട് വിഷൊക്കെ ചെയ്യുവാണ്. എന്നിട്ട് പറയാണ്, ഐ ആം സോ ഹാപ്പി, ഞാൻ വളരെ സന്തോഷത്തിലാണ്, ടു മീറ്റ് എ ബോയ് ലൈക്ക് യു, നിന്നെ പോലെ ഒരു ബോയ്, നിന്നെ പോലെ ഒരു ആൺകുട്ടീനെ മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷത്തിലാണെന്ന് ശബ്ദം പറയുകയാണ് അവനോട്. കരൺ ടേൺസ് അറൗണ്ട്. ടേൺസ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും നോക്കുക, അല്ലെങ്കിൽ ചുറ്റും കണ്ണുപിടിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ കരൺ ടേൺസ് അറൗണ്ട്, ചുറ്റും നോക്കി, ഇത് എവിടെ നിന്ന് ഈ ശബ്ദം വരുന്നതെന്ന് അറിയാനായിട്ട്. ഹി സീസ് എ ബീ കമ്മിങ് ടുവേർഡ്സ് ഹിം റെഡി ടു സ്റ്റിങ് ഹിം. ഈ സമയത്താണ് അവൻ കണ്ടത്, എന്താണ്? ഹീ സീസ്, അവൻ കണ്ടു. എന്താ കണ്ടത്? എ ബി, ഒരു തേനീച്ച വരുന്നു. കമ്മിങ് ടുവേർഡ്സ് ഹിം, അതെങ്ങോട്ടാ വരുന്നത്? അവന്റെ അടുത്തേക്കാണ് വരുന്നത്. റെഡി ടു സ്റ്റിങ് ഹിം, അവനെ കുത്തുവാനായിട്ട് വരികയാണ്. സ്റ്റിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുത്താൻ, കുത്താനായിട്ട് വരികയാണ്. ഇറ്റ് ഹാസ് ഇറ്റ് സ്റ്റിങ് പോയിന്റഡ് സ്ട്രെയിറ്റ് അറ്റ് കരൺ. അപ്പോൾ അതിന്റെ കുത്തുന്ന പോയിന്റഡ് എൻഡ്, ആ സ്റ്റിങ് വെച്ച് അവനെ എന്ത് ചെയ്യുകയാണ്? അവൻ്റെ അടുത്തേക്ക് നേരെ വരികയാണ്, സ്ട്രെയിറ്റ് ആയിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നത്. അറ്റ് കരൺ, വേറെ ഒരു പിള്ളേരുടെ അടുത്തേക്കും പോകുന്നില്ല, കരൻ്റെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്. ഹി ട്രൈസ് ടു റൺ അവേ ബട്ട് ദ ബീ സ്റ്റിങ്സ് ഹിം ട്വൈസ്. ഹി ട്രൈസ് ടു റൺ അവേ, അവൻ ട്രൈ ചെയ്തു അല്ലെങ്കിൽ ശ്രമിച്ചു. എന്തിന്? റൺ അവേ, ഓടുവാനായിട്ട് ശ്രമിച്ചു. ബട്ട് ദ ബീ സ്റ്റിങ്സ് ഹിം ട്വൈസ്. പക്ഷേ ഈ തേനീച്ച വിടുവോ? വിട്ടില്ല. അവനെ സ്റ്റിങ് ചെയ്തു അല്ലെങ്കിൽ കുത്തി. എത്ര പ്രാവശ്യം കുത്തി? ഒരു പ്രാവശ്യമാണോ? ട്വൈസ്, 2 പ്രാവശ്യം കുത്തി. യോ, ദാറ്റ് ഹേർട്സ്. കരൺ ക്രൈസ് ഇൻ പെയിൻ. അവൻ അയ്യോ എന്ന് പറഞ്ഞ് കരയുകയാണ് അല്ലേ. ദാറ്റ് ഹേർട്സ്, അതിനെ വേദനിപ്പിക്കുന്നു എന്ന് പറയുകയാണ്. കരൺ ക്രൈസ് ഇൻ പെയിൻ, അവൻ ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ കരയുവാണ്. എന്തിനാ? പെയിൻ ഉണ്ട്, അവന് നല്ല വേദനയുണ്ട്, അതുകൊണ്ട് അവൻ ഉറക്ക കരയുകയാണ്. ഓഫ് കോഴ്സ് ഇറ്റ് ഡസ്, സേസ് ദ ബി സ്മൈലിംഗ് ഇൻ ഡിലൈറ്റ്. ഓഫ് കോഴ്സ്, തീർച്ചയായും, ഇറ്റ് ഡസ്, അങ്ങനെ തന്നെ വരും. സേസ് ദ ബി സ്മൈലിംഗ് ഇൻ ഡിലൈറ്റ്. ഈ കരച്ചിൽ കണ്ടപ്പോൾ നമ്മുടെ ബീക്ക് സങ്കടമാണോ തോന്നിയത്? തേനീച്ചയ്ക്ക് അല്ല, അവൻ സ്മൈൽ ചെയ്യുകയാണ്, പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. ഇൻ ഡിലൈറ്റ്, വളരെ സന്തോഷത്തോടു കൂടി അവൻ പുഞ്ചിരി തൂകുകയാണ് ഇവൻ കരയുന്നത് കണ്ടിട്ട് ചെയ്തത്. ഓഫ് കോഴ്സ് ഇറ്റ് ഹേർട്സ്, ബട്ട് കരൺ, ഇറ്റ് ഹേർട്സ് ദ അതേഴ്സ് ടു വെൻ യു പിഞ്ച് ദം. ഓഫ് കോഴ്സ്, തീർച്ചയായും, ഇറ്റ് ഹേർട്സ്, അത് നിന്നെ വേദനിപ്പിക്കും. ബട്ട് കരൺ, പക്ഷേ കരൺ, ഇറ്റ് ഹേർട്സ് ദ അതേഴ്സ് ടു, ഇത് മറ്റുള്ളവരെ കൂടി വേദനിപ്പിക്കും. എങ്ങനെ? എപ്പോൾ? വെൻ യു പിഞ്ച് ദം, നീ അവരെ എന്താണ് പിഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നുള്ളിപ്പറിക്കുമ്പോൾ മറ്റുള്ളവർക്കും വേദനിക്കാറുണ്ട് എന്ന് നമ്മുടെ തേനീച്ച പറയുകയാണ്. തേനീച്ച എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വരവാണ്, ഇവന്റെ സ്വഭാവമൊക്കെ അറിഞ്ഞു വെച്ചിട്ടുള്ള വരവാണ്. കരൺ ക്രൈസ് ആസ് ഹി റബ്സ് ഹിസ് ആം. കരൺ ക്രൈസ്, അവൻ കരയാൻ തുടങ്ങി. ആസ് ഹി റബ്സ് ഹിസ് ആംസ്, അപ്പം അവൻ്റെ കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ കയ്യിൽ അവൻ നന്നായിട്ട് റബ്ബ് ചെയ്യും, നന്നായിട്ട് തിരുമുവാണ് വേദന എടുത്തുകൊണ്ട്. അപ്പം ആ തിരുമുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ കരയുകയും ചെയ്യാണ്. ഹിയർ കം മൈ ഫ്രണ്ട്സ്, സേസ് ദ ബി. ഞാൻ മാത്രമല്ല വന്നിട്ടുള്ളൂ, ആരാണ്? ഹിയർ കം, ദേ വരുന്നു, ഇവിടെ വരുന്നുണ്ട്. ആരാ വരുന്നേ? മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരും വരുന്നുണ്ട്. തേനീച്ച ഒറ്റയ്ക്കാണ് വന്നേക്കണേ? അല്ല, തേനീച്ച കൂട്ടങ്ങളോട് കൂടിയാണ് വന്നിരിക്കുന്നത്. സേസ് ദ ബി, ഈ കാര്യം നമ്മുടെ തേനീച്ച തുറന്നു പറഞ്ഞു. കരൺ സീസ്
2 large ants crawling out of the hole. കരൺ സീസ്, കരൺ എന്താ കണ്ടത്? 2 large ants, വലിയ 2 ഉറുമ്പുകൾ എവിടെ നിന്ന് വരികയാണ്? ക്രോളിംഗ് ഔട്ട് ഓഫ് എ ഹോൾ. അവർ പതുക്കെ പതുക്കെ ഇഴഞ്ഞു പുറത്തേക്ക് വരികയാണ്. എവിടെന്നാ? ഹോളിന്ന്. അതായത് ഈ ക്രോളിംഗ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഈ കുഞ്ഞു പിള്ളേര് മുട്ടയിൽ നടക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാലിൻ്റെ മുട്ടും കൈയും കൂടെ കുത്തി നടക്കുന്നത്. അപ്പോൾ ആ രീതിയോട് ഒരു എന്താണ് സാമ്യം പറഞ്ഞേക്കുന്നതാണ് ഉറുമ്പ് വരുന്ന രീതി. അപ്പോൾ ഉറുമ്പ് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഔട്ട് ഓഫ് എ ഹോൾ, ഒരു പൊത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. The ants bite Karan's leg so hard that he yells in pain. The ants bite. ഉറുമ്പുകൾ അവനെ കടിച്ചു. എവിടെ കടിച്ചത്? കരൺസ് ലെഗ്, അവൻ്റെ ലെഗിൽ അല്ലെങ്കിൽ കാലിൽ കടിച്ചു. സോ ഹാർഡ്, നന്നായിട്ട് മുറുക്കി കടിച്ചു. ഹാർഡ് എന്ന് പറഞ്ഞാൽ മുറുക്കി കടിച്ചു. ദാറ്റ് ഹി എൽസ് ഇൻ പെയിൻ, അതുകൊണ്ട് അവൻ എൽസ് അലറി വിളിച്ച് കരയുകയാണ്. ഇൻ പെയിൻ, ഭയങ്കരമായിട്ട് ഉറുമ്പ് കടിച്ചിട്ട് ഭയങ്കര വേദന. അപ്പോൾ അവന് ഭയങ്കര ഉച്ചത്തിൽ കരയുകയാണ്. ആദ്യം ഓൾറെഡി എന്ത് കടിച്ചു? എന്ത് കുത്തി? നമ്മുടെ തേനീച്ച കുത്തി. അതിൻ്റെ ഇടയ്ക്കാണ് ഉറുമ്പ് കാലെ പിടിച്ച് കടിച്ചിരിക്കുന്നു. ഹി ഹിയേഴ്സ് എ ബസ് ആൻഡ് ലുക്സ് അപ്പ്. ഹി ഹിയേഴ്സ് എ ബസ് സൗണ്ട്. ബസ്, ഒരു ബസ് സൗണ്ട് കേൾക്കുകയാണ് മുകളിൽ നിന്ന്. ആൻഡ് ലുക്സ് അപ്പ്, മുകളിലേക്ക് നോക്കുകയാണ് എന്താന്ന്. അനദർ ബീ ഈസ് ഫ്ലൈയിങ് ഡൗൺ ടുവേർഡ്സ് ഹിം. അനദർ ബീ, മറ്റൊരു തേനീച്ച, ഈസ് ഫ്ലൈയിങ് ഡൗൺ, താഴത്തേക്ക് പറന്നു വരികയാണ്. എങ്ങോടാ? ടുവേർഡ്സ് ഹിം, അവൻ്റെ അടുത്തേക്ക് മറ്റൊരു തേനീച്ച എന്ത് ചെയ്യാണ്? പതുക്കെ പതുക്കെ പറന്നു വരിക. എന്തായിരിക്കും ലക്ഷ്യം കുട്ടികളെ? അവനെ കുത്തുവാനായിരിക്കും അല്ലേ? മോർ ആൻസ് ആർ ക്രോളിംഗ് ഔട്ട് ഓഫ് ദെയർ ഹോൾ. ഇതുകൂടാതെ മോർ ആൻസ്, കൂടുതൽ ഉറുമ്പുകൾ എവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്? ഹോള് അല്ലെങ്കിൽ പൊത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ദേ സ്റ്റിങ് ആൻഡ് ബൈറ്റ് കരൺ ടിൽ ഹീസ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ദേ സ്റ്റിങ്, അവരെല്ലാവരും കൂടി അവനെ കുത്തുകയും ബൈറ്റ് കടിക്കുകയും ചെയ്തു. കരൺ, ആരെയാ കടിച്ചത്? കരണിനെ. ടിൽ ഹീസ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ, അവൻ്റെ സ്കിന്നിൻ്റെ, അവൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ത്വക്കിൻ്റെ നിറം മാറുന്നു വരെയും. ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഏതർത്ഥത്തിലാണെന്ന് അറിയോ കുട്ടികളെ? ഈ ഒരു സൈസ് കറുത്ത പാട് വീടില്ലേ ഈ ഉറുമ്പൊക്കെ കടിച്ച് കഴിയുമ്പോൾ, ആ പാടാകുന്നതിനുള്ള പ്രയോഗമാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എവിടെയെങ്കിലും ചതയോ അല്ലെങ്കിൽ കുത്തുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറുത്ത പാട് പോലെ നമ്മുടെ ഇതിൽ വരില്ലേ, ശരീരത്ത് വരുന്നത്. അപ്പോൾ അതിനെ മുഴുവനായിട്ട് ഉപയോഗിക്കുന്ന പേരാണ് ഇത്, ബ്ലാക്ക് ആൻഡ് ബ്ലൂ. അപ്പോൾ അവൻ്റെ ശരീരത്തിൽ പാട് വീഴത്തക്ക രീതിയിൽ ഇവർ അവനെ ഉപദ്രവിച്ചു. ഡു യു ലൈക്ക് ഇറ്റ്? ദ ക്രീച്ചേഴ്സ് ആസ്ക് കരൺ. ഡു യു ലൈക്ക് ഇറ്റ്? നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ക്രീച്ചേഴ്സ്, ഈ ജീവികളെല്ലാം ചോദിക്കുകയാണ്. ആരോടാ? കരണിനോട്. ബിക്കോസ് യു ആർ എ ചാമ്പ്യൻ പിഞ്ചർ യുവർ സെൽഫ്. കാരണം എന്താ? നീ ഒരു വിന്നറാണ്. ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ വിന്നറാണ്, അതായത് വിജയിയാണ്. എന്തില്? പിഞ്ചർ, ഞുള്ളിപ്പറിക്കുന്ന കാര്യത്തിൽ നീ ഒരു വിജയല്ലേ എന്ന് ചോദിക്കുകയാണ്. കം കം ജോയിൻ ഇൻ ദ ഫൺ. വരൂ വരൂ, ഈ രസകരമായ കളിയിൽ പങ്കെടുക്കൂ എന്ന് പറഞ്ഞ് ഇവനെ വീണ്ടും ആക്ഷേപിക്കുകയാണ് ഈ ജീവികളെല്ലാം. കരൺ ജംസ് അപ്പ് ക്രൈങ് ലൗഡ്ലി. കരൺ ജംസ് അപ്പ്, അവൻ വേദന കൊണ്ട് ചാടാനായിട്ട് തുടങ്ങി. ക്രൈങ് ലൗഡ്ലി, ഉറക്കെ കരയുകയാണ് അവൻ, ഭയങ്കര ഉറക്കെ കരയുകയാണ്. ഹിസ് ലഞ്ച് റോൾസ് ഓഫ് ഹിസ് ലാപ്പ് ആൻഡ് ഫോൾസ് ഇൻ ദ ഗ്രാസ്. ഹിസ് ലഞ്ച്, അവൻ കൊണ്ടുവന്നിരിക്കുന്ന ഉച്ചഭക്ഷണം എന്താ സംഭവിച്ചത്? റോൾസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഉരുണ്ട് വീണു. അവൻ്റെ ലാപ്പ് എന്ന് പറഞ്ഞാൽ മടിയിൽ വെച്ചിരിക്കുന്ന ആ ലഞ്ച് ബോക്സ് ആയിരിക്കണം. അപ്പോൾ ഉച്ചഭക്ഷണത്തിന് ബോക്സ് അത് ഫുള്ളായിട്ട് എന്ത് ചെയ്തു? താഴത്തേക്ക് ഉരുണ്ടുപോയി. ആൻഡ് ഫോൾസ് ഇൻ ദ ഗ്രാസ്, പുല്ലിൽ അത് ഫോൾ ചെയ്തു അല്ലെങ്കിൽ വീണു. ദ ബീസ് ആൻഡ് ആൻഡ്സ് റഷ് ടു ഈറ്റ് ആൻഡ് ബിഗിൻ ടു ഈറ്റ് ദ സാൻഡ്വിച്ചസ് ആൻഡ് ദ ചോക്ലേറ്റ്. ദ ബീസ് ആൻഡ് ആൻഡ്സ്, നമ്മുടെ ബീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തേനീച്ചകളും പിന്നെയോ ആൻഡ്സ് ഈ ഉറുമ്പുകളും റഷ് ടു ഈറ്റ്, റഷ് ചെയ്യുന്ന ഓടിച്ചെന്നു അതിൻ്റെ അടുത്തേക്ക്, ഏതാ ഉച്ചഭക്ഷണം വീണ സ്ഥലത്തേക്ക്. ആൻഡ് ബിഗിൻ ടു ഈറ്റ് ദ സാൻഡ്വിച്ചസ്, എന്നിട്ട് ബിഗിൻ ചെയ്തു, തുടങ്ങി. എന്താ ചെയ്തത്? തിന്നാനായിട്ട് തുടങ്ങി, ഈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്താണ്? സാൻഡ്വിച്ചസ് ആൻഡ് ദ ചോക്ലേറ്റ്. സാൻഡ്വിച്ചും ചോക്ലേറ്റും എല്ലാം നിലത്ത് കിടക്കുക, അതെല്ലാം ഇവർ തിന്നാനായിട്ട് തുടങ്ങിയാണ്. അവന് തിന്നാൻ പറ്റും ഒറ്റയ്ക്ക് ഇരുന്ന്? ഇവൻ ആദ്യം പറഞ്ഞു ഞാൻ ആർക്കും കൊടുക്കില്ല, ഒറ്റയ്ക്കാ തിന്നുള്ളൂ എന്ന്. അപ്പോൾ ഇതെല്ലാം ഉറുമ്പിനും തേനീച്ചയ്ക്കും ഭക്ഷണമായി തീർന്നു. കരൺ റൺസ് ടു വെയർ ദ അതർ ചിൽഡ്രൻ ആർ പ്ലേയിങ്. കരൺ ഓടി. എങ്ങോട്ട് ഓടിയത്? വെയർ ദ അതർ ചിൽഡ്രൻ, എവിടെയാണോ മറ്റുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ആർ പ്ലേയിങ്, കളിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങോട്ടേക്ക് കരൺ ഓടിച്ചെന്നു. ഹീ ഈസ് വെരി സോറി ഫോർ വാട്ട് ഹി ഹാസ് ഡൺ. ഹീ ഈസ് വെരി സോറി, അവനധികം എന്താണ് മനസ്താപം തോന്നിയിട്ട് അവന് ക്ഷമാപണം തോന്നി, അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുവാൻ തോന്നി. എന്തിനാ? ഫോർ വാട്ട് ഹി ഹാസ് ഡൺ, എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തു കൂട്ടിയത്, എന്തൊക്കെയാണ് ചെയ്തത്, അതിനെല്ലാം ക്ഷമ ചോദിക്കുവാനായിട്ടുള്ളൊരു മനസ്സായിട്ടാണ് അവനിരിക്കുന്നത്. ദ ആൻഡ്സ് ആൻഡ് ബീസ് ഒൺലി ഡിഡ് ടു മീ വാട്ട് ഐ കീപ് ഡൂയിങ് ടു ദി അതർ ചിൽഡ്രൻ ഹി തിങ്സ്. ദ ആൻഡ്സ് ആൻഡ് ബീസ്, ഉറുമ്പും
തേനീച്ചയും ഒള്ളി ഡിഡ് ടു മീ, ഒരു കാര്യം മാത്രമേ എന്നോട് ചെയ്തുള്ളൂ. എന്താണ്? വാട്ട് ഐ കീപ് ഡൂയിങ് ടു ദി അതർ ചിൽഡ്രൻ, ഞാൻ എന്താണോ അതർ ചിൽഡ്രൻ മറ്റുള്ള കുട്ടികളോട് കീപ് ഡൂയിങ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് അവരെന്നോടും ചെയ്തു ഉള്ളൂ. അത് ശരിയല്ലേ? ഇപ്പം മറ്റുള്ളവർ വേദനിപ്പിച്ചു, അതുപോലെ ഇവനെ തേനീച്ചയും ഉറുമ്പും വേദനിപ്പിച്ചു. ഹീ തിങ്സ്, അവൻ അങ്ങനെ ചിന്തിക്കുകയാണ്. ബട്ട് ഹൗ ഇറ്റ് ഹേർട്സ്, ബട്ട് എന്നാൽ ഹൗ ഇറ്റ് ഹേർട്സ്, എത്രമാത്രം വേദന ഉണ്ടായി. ഐ ഹേറ്റ് ദോസ് ബീസ് ആൻഡ് ആൻഡ്സ്, ഐ ഹേറ്റ്, ഞാനതിനെ വെറുക്കുകയാണ്. ആരെയൊക്കെയാ? ബീസ്, ആ തേനീച്ചയും ഉറുമ്പിനെയും വെറുക്കുവാണ്. ഐ സപ്പോസ് ദ അതർ ചിൽഡ്രൻ ഹേറ്റ് മീ ടു, ഐ സപ്പോസ്, ഞാൻ വിചാരിക്കണം എന്താണ്, അതർ ചിൽഡ്രൻ മറ്റുള്ള കുട്ടികളും ഹേറ്റ് മീ ടു, എന്നെയും വെറുക്കുന്നുണ്ടായിരിക്കണം എന്ന് ചിന്തിക്കുകയാണ്. കാരണം ഇവനെ ഉപദ്രവിച്ചതിനോട് ഇവന് വെറുപ്പ് തോന്നി. അപ്പോൾ ഇവനെ ഉപദ്രവിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇവനോട് വെറുപ്പ് തോന്നില്ലേ കുട്ടികളെ? വെൽ, ഐ ഷാൽ നോട്ട് പിഞ്ച് ഓർ പ്രിക്ക് എനി വൺ എനിമോ, ഐ ഷാൽ നോട്ട് പിഞ്ച്, ഞാൻ ആരെയും നുള്ളിപ്പറിക്കുകയോ അല്ലെങ്കിൽ പ്രിക്ക് കുത്തുകയോ ചെയ്യോ ഇല്ല, എനി വൺ, ആരെങ്കിലും ചെയ്യോ ഇല്ല, എനിമോർ, ഇനി ഒരിക്കലും ആരെയും ഉപദ്രവിക്കില്ല എന്ന് തീരുമാനമെടുക്കുകയാണ്. ആര്? കരൺ. അപ്പോൾ കരണിന് ഒരു പാഠം പഠിപ്പിച്ചു നമ്മുടെ ഉറുമ്പുകളും തേനീച്ചകളും കൂടി, അല്ലേ? അപ്പോൾ ഇത് അതോടുകൂടി കഥ അവിടെ അവസാനിക്കുകയാണ്. കുട്ടികൾ, നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടു കാണും അല്ലെങ്കിൽ കഥയിലൊരു ഗുണപാഠമുണ്ട്. എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ മറ്റുള്ളവർ ഉപദ്രവിക്കാൻ പാടുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ കളിക്കാനൊക്കെ കൂടുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൊക്കെ കൂടാറുണ്ട്. അത് നല്ല സ്വഭാവമാണോ? ഒരിക്കലും നല്ലതല്ല. ചില പിള്ളേർ ചില കുട്ടികളെ നുള്ളി പറിക്കുകയോ അടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ അടിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ വേദനിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും വേദനിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ തല്ലുകൂടിയോ വഴക്ക് കൂടിയോ ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ കൂട്ടുകാരെ നമ്മൾ ചേർത്ത് നിർത്തി സന്തോഷത്തോടു കൂടി കളികളിൽ ഏർപ്പെടണം. എന്നാൽ മാത്രമേ നല്ല സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ നല്ല കൂട്ടുകാർ ഉണ്ടാവുകയുള്ളൂ. നല്ല കൂട്ടുകാർ നമ്മൾക്ക് എന്നും വഴികാട്ടിയായിരിക്കും. കേട്ടോ കുട്ടികളെ? അപ്പം നിങ്ങൾ ഒരിക്കലും ഇനി വഴക്ക് കൂടുകയോ തല്ലുകൂടുകയോ ചെയ്യുമോ? ഇല്ല, നിങ്ങൾ നല്ല കുട്ടികളായിട്ട് വളരും, അല്ലേ? അപ്പോൾ എൻ്റെ ഈ കൊച്ചു കഥ എൻ്റെ കൊച്ചു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു കഥയുമായിട്ട് ഞാൻ വരുന്നവരേക്കും തൽക്കാലത്തേന് വിടാം.